ഹായ്. 2 ദിവസമായിട്ട് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് ബിനു അടിമാലി അല്ലേ? ആരാണ് ബിനു അടിമാലി? മിനി സ്ക്രീൻ മുതൽ ബിഗ് സ്ക്രീൻ വരെ എത്തിയിരിക്കുന്ന ഒരു കലാകാരനാണ്. തൻ്റേതായ കഴിവുകൾ കൊണ്ട് സിനിമകൾ വരെ കൈയടക്കിയിട്ടുള്ള കലാകാരൻ. മിമിക്രിയിൽ നിന്നും സിനിമയിലോട്ട് എത്തിയ ആളാണ്. അങ്ങനെ എല്ലാ മിമിക്രിക്കാർക്കും സിനിമയിലോട്ട് എത്താൻ കഴിയില്ല അല്ലേ? അദ്ദേഹം ഒരു ഗുണ്ടയാണോ? ഗുണ്ടയാവാൻ വഴിയില്ല. കാരണം കഷ്ടപ്പെട്ട് അത്രയും കഠിനാധ്വാനം ചെയ്ത് ഒരു നിലയിലോട്ട് എത്തുമ്പം അയാളെന്തായാലും ഗുണ്ടയാവാൻ വഴിയില്ല. ഒരാൾക്ക് ഒരു സഹായമാണ് പുള്ളി ചെയ്തത്. ഏത്? ഫ്ലവേഴ്സ് എന്ന TV ഷോയിലൂടെ, അതിനകത്ത് സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിലൂടെ അദ്ദേഹം ഒരുപാട് ട്രോളുകളും മറ്റ് കമൻസുകളും ഏറ്റുവാങ്ങുന്നൊരു വ്യക്തിയാണ്. എങ്കിൽ പോലും അവിടെ അദ്ദേഹം ഒരാൾക്ക് അവസരം കൊടുക്കുകയാണ്. തൻ്റെ സോഷ്യൽ മീഡിയകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി, തൻ്റെ സോഷ്യൽ മീഡിയ പേജുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തിക്ക് കൊടുക്കുന്നു. അദ്ദേഹം തുടരെ അതിൻ്റെ പാസ്വേഡുകൾ മാറ്റുന്നു, അല്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വങ്ങളും ഇയാളുടെ കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നു. അപ്പം ബിനു അടിമാലിക്ക് ഇത് കൈകാര്യം ചെയ്യണമെങ്കിൽ ഉള്ള ഒരു കഴിവുകളൊന്നുമില്ല. അദ്ദേഹം ഒരു സാധാ മനുഷ്യനാണ്. അപ്പോൾ ഇത് വെച്ച് ഈ ജിനീഷ് എന്ന വ്യക്തി ഇത് മൊത്തം ഹാക്ക് ചെയ്തിരിക്കുകയാണെന്ന രീതിയിലാണ് ചില കമൻറ്റുകൾ വരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത്, ബിനു അടിമാലി പറയുന്നത്. ഇത് ശരിക്കും സത്യം ഏതാണ് നമുക്ക് ആർക്കും അറിയത്തില്ല. സത്യത്തിൻ്റെ മുഖം എന്താണെന്നും അറിയത്തില്ല. ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരാണ് തെറ്റ് ചെയ്തതെന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഊഹാപോഹം വെച്ച് എന്തെങ്കിലും പറയരുത്. ഒരു കലാകാരൻ്റെ ലൈഫില്ലാതാവും. അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട ആ നിലയിട്ട് എത്തിയൊരു മനുഷ്യൻ. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ഒരു രംഗത്ത് ഈ സംഭവങ്ങൾ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇത് പരമാവധി കെട്ടിച്ചമച്ചതാവാനാണ് സാധ്യത. അപ്പം ഒരു ക്യാമറയുടെ മുന്നിലിരുന്ന് ഇത്രയും കാലം അരി വാങ്ങിയ ഒരു വ്യക്തി ഒരു ക്യാമറ ചവിട്ടി പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അതെനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യുമെന്നുള്ളത് തോന്നുന്നില്ല. പിന്നെ അദ്ദേഹം തന്നെ തെളിവുകൾ നിരത്തിയിട്ടുണ്ട്. ഒരുപാട് കാശുകൾ ട്രാൻസ്ഫർ ചെയ്ത ഒരുപാട് വീഡിയോകൾ അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം സൂരജ് പാലക്കാരന് കൊടുത്തേക്കുന്ന ട്രൂ TV ചാനലിന് കൊടുത്തേക്കുന്ന ഒരു അഭിമുഖം കണ്ടു നോക്കാം. എൻ്റെ ഏറ്റവും വലിയ തീരാദുഃഖം ആ മകളുടെ തലയിൽ കൈവച്ച് ഞാൻ പറയാണ്, ജിനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ തല്ലിയിട്ടില്ല. അവൻ്റെ ക്യാമറ ഞാൻ തല്ലി പൊളിച്ചിട്ടില്ല. അവൻ 50,000 രൂപ, അവന് 10,000 രൂപ ഞാൻ വർക്ക് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്. ഇവൻ യൂട്യൂബിൻ്റെ വർക്കിന് വരുമ്പോൾ എന്നോട് പറയും, ചേട്ടൻ ക്യാമറ പുറത്തു നിന്ന് എടുക്കുമ്പോൾ അതിന് പേയ്മെൻറ്റ് കൊടുക്കണമല്ലോ. ഇതാണ് പുള്ളി പറയുന്നത്. അപ്പോൾ പുള്ളി സ്വന്തം വയ്യാത്തൊരു കൊച്ചിനെ നിർത്തി സാക്ഷ്യം പറഞ്ഞ് സത്യം ചെയ്യുമ്പം ആരും അങ്ങനെ സ്വന്തം സുഖമില്ലായിരിക്കുന്ന പിള്ളേരെ മക്കളെ വിളിച്ചിട്ട് ഒരാളും അങ്ങനെ ഒരു സത്യം ചെയ്യുകയില്ല. ആ പുള്ളിക്ക് ഒരു 80% നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു നാടകം റിഹേഴ്സൽ ചെയ്യുന്നതെന്ന് ഒരു പിടുത്തവുമില്ല. അദ്ദേഹത്തിൻ്റെ കാര്യം പുള്ളി പറയുന്നത് പുള്ളിയുടേതായ രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരിക്കലും ഒന്നും ലിങ്ക് ആവുന്നില്ല. അപ്പം ഇവർ 2 പേരുള്ള കേസുകൾ എറണാകുളം പാലാരിവട്ടം സ്റ്റേഷനിലുണ്ട്. അപ്പം അവിടെ ചെന്ന് ഇപ്പം ബിനു അടിമാലി പറയുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹം അടിച്ചു പൊട്ടിച്ചെന്ന് പറയുന്ന ക്യാമറ അവിടെ ഇല്ല. ആ ക്യാമറ ഈ ജിനീഷ് എന്ന് പറഞ്ഞ വ്യക്തി കൊണ്ടുവരികയാണ്. അപ്പം അവിടെ അങ്ങനെ ക്യാമറയില്ല. അപ്പം ജിനീഷ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് ഇതാണ്. ശ്രദ്ധിച്ചു നോക്കൂ. ആളെ ആക്സിഡന്റ് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പിരിയുന്നത്. എന്തായിരുന്നു റീസൺ പുറത്തു പറയാൻ പറ്റുന്ന? അല്ലാതെ ആള് പറയണമെങ്കിൽ മഹേഷ് കുഞ്ഞുമോൻ്റെ വീട്ടിൽ പോയിണ്ടായിരുന്നു ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം. ആള് അതായത് എന്നെ വിളിക്കുന്നത് അവിടെ പോയി മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. വീഡിയോസ് ആൾ എടുക്കണ്ട എന്നാണ് ആൾ പറഞ്ഞു പറയണത്. പക്ഷെ ഞാൻ അവിടെ നിന്ന് തുടങ്ങി ത്രൂ ഔട്ട്. ഇത് ആര് പറയുന്നതാണ് സത്യം? നമുക്ക് 2 പേരും നമുക്ക് തടയാൻ പറ്റുകയില്ല. ഒരു വിവാദം അല്ലെങ്കിൽ ഒരു കലാകാരൻ്റെ ജീവിതം ഇല്ലാതെ മറ്റൊരാളുടെ ജീവിതം കൂടെ നാശാവുന്ന രീതിയിലൊരിതാണ്. അപ്പം ഇത് 2 പേരുടെയും സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ആരുടെ ഭാഗത്താണ് ഫാൾട്ട്, ആരുടെ ഭാഗത്താണ് ശരി എന്നത് നമുക്ക് മനസ്സിലാക്കണം. അത് പൊതുജനം അറിയണോ? അത് ഒരു കലാകാരനല്ലാതെ. അപ്പം എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാവണം. അപ്പോൾ നമ്മൾ
വെറുതെ ആരെങ്കിലും പറയുന്നത് കേട്ടല്ലേ ട്രോളുകൾ കണ്ടിട്ട് നമ്മൾ ചുമ്മാ ഒരാളെ അധിക്ഷേപിക്കുന്നത് ശരിയല്ല. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്തായാലും ഇതിൻ്റെ ബാക്കിൽ എന്തായാലും സത്യാവസ്ഥ ഉണ്ടാകും, അതെന്തായാലും പുറത്ത് വരും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അല്ലെ വെറുതെ ചുമ്മാ ഒരു കലാകാരനെ വിളിച്ച് നമ്മൾ അധിക്ഷേപിക്കുന്നത് ശരിയല്ല. ബിനു അടിമാലി ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം നല്ലൊരു കലാകാരനാണ്. അപ്പം ആ ഒരു ഇത് ജനങ്ങളുടെ മനസ്സിലുണ്ട്, അദ്ദേഹം അങ്ങനെ ചെയ്യില്ല എന്നുള്ളത്. പിന്നെ ട്രോളുകളും കാരണം അദ്ദേഹത്തിന് ഒരുപാട് വരുന്നുണ്ട്. അത് പിന്നെ സ്വാഭാവികമാണ്, ഏതൊരു കലാകാരനെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഒരു വീഴ്ച വരുമ്പോഴേ ആളുകൾ അതേ പിടിച്ച് കയറത്തുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മൾ ഇതിൻ്റെ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം എല്ലാവർക്കും ഒരു സത്യം തെളിയണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. ഏതൊരു മനുഷ്യനും സത്യം തെളിയുന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ സത്യം തെളിയട്ടെ. അപ്പം ആരും പറയുന്നത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുകയില്ല. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. എല്ലാവർക്കും